കന്യാകുമാരി വിവേകാനന്ദ സ്മാരകത്തിൽ ധ്യാനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മടങ്ങുന്നു. പൂർത്തിയാക്കിയത് 45 മണിക്കൂർ സമയത്തെ ധ്യാനം. വൈകിട്ടോടെ ഡൽഹിയിലേക്ക് തിരിക്കും. ബാർക്കോഴ വിവാദത്തിൽ തെളിവെടുപ്പ് അവസാനിച്ചു. തെളിവെടുപ്പ് നടന്നത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ. എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്തവരുടെ മൊഴിയും രേഖപ്പെടുത്തി. സമസ്ത എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലെ ഒരു വിഭാഗത്തിൻ്റെ ഒരു ആത്മീയ നേതൃത്വം ഉള്ള ഒരു സംഘടനയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾക്കും അതിൽ പ്രവർത്തിക്കാൻ കഴിയും. അത് മതപരമായ കാര്യങ്ങളിൽ വിധി പറയേണ്ട ഒരു ആധികാരിക സംഘടനയാണ് സമസ്ത. അവർ കേരളത്തിലും കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതുപോലെയൊക്കെ ഒരുപാട് പള്ളികൾ നിയമനിയന്ത്രണമൊക്കെ അവരുടെ കയ്യിലാണ്. അതിനകത്തേക്ക് രാഷ്ട്രീയം കൊണ്ടുപോയി നമ്മൾ ചെലുത്തിയിട്ട് ആ സ്ഥാപനത്തെയും ആ സംഘടനയും ശിഥിലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ പാടില്ല എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ ലീഗ് അനുകൂല പ്രസ്താവന വിവാദത്തിൽ. ലീഗും സമസ്തയും ഒന്നിച്ചു പോകണമെന്ന് അഹമ്മദ് ദേവർകോവിൽ. ലീഗിനും സമസ്തയ്ക്കുമിടയിൽ വിള്ളൽ വരുത്താൻ ഛിദ്രശക്തികൾ ശ്രമിക്കുന്നുവെന്നും INL നേതാവ്. CMRL ക്രമക്കേട് 103 കോടിയുടെ ക്രമക്കേടെന്ന് റിപ്പോർട്ട്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതിയിൽ. റിപ്പോർട്ട് CMRL നൽകിയ ഹർജിയിൽ 2012 മുതൽ 2019 വരെയുള്ള കാലയളവിലാണ് ക്രമക്കേട് നടന്നതെന്ന് കണ്ടെത്തൽ. അവയവ കച്ചവടത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ. ഏജന്റുമാർ നിരവധി പേരെ കൊണ്ടുപോയതായി വൃക്ക നൽകിയ ഇടുക്കി സ്വദേശി കണ്ണൻ. ഏജന്റിന്റെ പേര് വെളിപ്പെടുത്തിയാൽ ജീവൻ അപകടത്തിലാകുമെന്നും കണ്ണൻ. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. അവയവക്കടത്തിൽ നിയമം ശക്തമായി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ന്യൂസ് മലയാളം പുറത്തുവിട്ട രേഖകൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്നത്. കച്ചവടം നടത്തുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവയവദാനത്തെ സർക്കാർ പ്രോത്സാഹിപ്പിക്കണമെന്നും കൃഷ്ണദാസ്. വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ പൊതുസമൂഹത്തിന് സംശയം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളും നിലവിലുള്ള നിയമം കർക്കശമായി നടപ്പാക്കുന്നത് കൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഈ അവയവ കച്ചവടം കേരളത്തിലെ പോലെ നടക്കാതിരിക്കുന്നത്. കൊച്ചി അവയവക്കടത്തിലെ പ്രധാന കണ്ണിപ്പിടിയിൽ. ബല്ലം രാമപ്രസാദ് ഗൊണ്ടയെ പ്രത്യേക സംഘം പിടികൂടിയത് ഹൈദരാബാദിൽ നിന്ന്. അവയവക്കടത്തിന് ഇരയായവരിൽ ഏറെയും ഹൈദരാബാദ്, തമിഴ്നാട് സ്വദേശികൾ. ഗൊണ്ട പിടിയിലായത് സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലെന്ന് പരിശോധനയിൽ. കൊച്ചി അവയവക്കടത്തിലെ പ്രധാന കണ്ണിപിടിയിൽ. ബല്ലം രാമപ്രസാദ് ഗൊണ്ടയെ പ്രത്യേക സംഘം പിടികൂടിയത് ഹൈദരാബാദിൽ നിന്ന്. അവയവക്കടത്തിന് ഇരയായവരിൽ ഏറെയും ഹൈദരാബാദ്, തമിഴ്നാട് സ്വദേശികൾ. ഗൊണ്ട പിടിയിലായത് സാബിത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലെ പരിശോധനയിൽ. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. ഇടുക്കിയിൽ പുച്ചപ്രയിൽ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. ഒരാൾക്ക് പരിക്ക്. കോഴിക്കോട് കക്കയത്തും ഉരുൾപൊട്ടി. തൃശൂരിൽ ഇടിമിന്നലേറ്റ് 2 മരണം. കൊച്ചിയിൽ വെള്ളക്കെട്ടിനെതിരായ പ്രതിഷേധത്തിൽ സംഘർഷം. കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. റോഡ് ഉപരോധിച്ച് ജനം. KMRLന്റെ നിർമ്മാണവും തടഞ്ഞു. വെള്ളക്കെട്ടിൽ ആലുവയിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെട്ടു.
പന്തിരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും ജാമ്യത്തിൽ വിട്ടു. അന്വേഷണ സംഘത്തിന് മുന്നിൽ കുറ്റങ്ങൾ നിഷേധിച്ച് അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും പോലീസിന് മുന്നിൽ ഹാജരായത് ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി. ഭക്ഷ്യവിഷബാധ ആരോപിച്ച് ആലപ്പുഴയിൽ ഹോട്ടൽ അടിച്ചു തകർത്ത സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വധശ്രമത്തിന് കേസ്. CPO KF ജോസഫിനെതിരെ ഉദ്യോഗസ്ഥതല നടപടിക്കും സാധ്യത. ജോസഫിന്റെ മുൻകാല പ്രവൃത്തികൾ അന്വേഷിക്കാൻ നിർദ്ദേശം. ക്യാബിൻ ക്രൂവിനെ ഉപയോഗിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കടത്തുന്നവർക്ക് ലഭിച്ചിരുന്നത് 2 ലക്ഷം രൂപ വീതം. സ്വർണത്തിന് പുറമെ വിദേശ കറൻസികളും കടത്തിയിരുന്നതായി അറസ്റ്റിലായ സുഹൈൽ. അന്വേഷണം നെടുമ്പാശ്ശേരിയിലേക്കും തിരുവനന്തപുരത്തേക്കും വ്യാപിപ്പിക്കാൻ DRI. കരിപ്പൂർ വിമാനത്താവളത്തിൽ 30 ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി. പോലീസ് പിടികൂടിയത് കസ്റ്റംസിനെ വെട്ടിച്ച് കടത്തിയ 442 ഗ്രാം സ്വർണം. താനാളൂർ സ്വദേശി നാസർ, സ്വർണം സ്വീകരിക്കാനെത്തിയ കാടാപ്പുര സ്വദേശി മുഹമ്മദ് മുസ്തഫ എന്നിവർ പിടിയിൽ. പിടിയിലായത് മിശ്രിത രൂപത്തിലാക്കിയ സ്വർണം 2 പാക്കറ്റുകളിലാക്കി കടത്തുന്നതിനിടെ. ബോളിവുഡ് താരം സൽമാൻ ഖാനെതിരെ വീണ്ടും വധശ്രമ ഗൂഢാലോചന. സൽമാൻ ഖാന്റെ കാർ ആക്രമിക്കാൻ ലോറൻസ് ബിഷ്ണോയി സംഘം ഗൂഢാലോചന നടത്തിയെന്ന് നവി മുംബൈ പോലീസ്. 4 പേർ അറസ്റ്റിൽ. ആക്രമണം നടത്താൻ പദ്ധതിയിട്ടത് പാകിസ്ഥാൻ ആയുധ വിതരണക്കാരനിൽ നിന്ന് ലഭിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചെന്നും പോലീസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട പോളിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം. വിധി എഴുതുന്നത് വാരണാസി അടക്കം 57 മണ്ഡലങ്ങൾ. ബീഹാറിൽ പോളിംഗ് കുറയുമ്പോൾ ഹിമാചലിലും ബംഗാളിലും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. ബംഗാളിൽ വിവിധയിടങ്ങളിൽ അക്രമം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ തിഹാർ ജയിലിലേക്ക് മടങ്ങും. മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം അവസാനിച്ച സാഹചര്യത്തിലാണ് മടക്കം. ജൂൺ 5-ന് ജാമ്യ ഹർജി വീണ്ടും പരിഗണിക്കും. അസമിനെയും മണിപ്പൂരിനെയും ദുരിതത്തിലാക്കി വെള്ളപ്പൊക്കം. മരണം 53. ദുരിതം റെമാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴയിൽ 5 ലക്ഷത്തോളം പേരെ മഴക്കെടുതി ബാധിച്ചതായി റിപ്പോർട്ട്. സ്വാതി മലിവാൾ കേസിൽ വിഭവ് കുമാർ റിമാൻഡിൽ. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത് ഡൽഹി ടീസ് ഹസാരി കോടതി. മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ RY റസ്റ്റത്തിനെതിരെ പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവ്. പരാതിക്കാരനോട് കൈക്കൂലി വാങ്ങി എന്ന കേസിലാണ് ഹൈക്കോടതി ഉത്തരവ്. വിജിലൻസിനോട് അന്വേഷിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് സഹോദരന്മാർക്ക് 3 കോടിയോളം രൂപ നഷ്ടമായി. വമ്പൻ ലാഭം നൽകാമെന്ന വ്യാജേന തട്ടിപ്പ് നടത്തിയത് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി. പണം നഷ്ടമായത് പുനെ സ്വദേശികളായ സഹോദരന്മാർക്ക്. ട്രേഡിംഗ് തട്ടിപ്പ് വ്യാപകമായ സാഹചര്യത്തിൽ കടുത്ത ജാഗ്രത വേണമെന്ന് സെബി. T20 ലോകകപ്പിന് നാളെ തുടക്കം. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ അമേരിക്ക കാനഡയെ നേരിടും. മത്സരം രാവിലെ 6-ന് ടെക്സസിൽ. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മത്സരം ഇന്ന് രാത്രി 8-ന്. ഇന്ത്യയുടെ ഏക സന്നാഹ മത്സരമാണിത്.